ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 64.58% പോളിംഗ്. വോട്ടെടുപ്പ് ദിവസം റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. അംബാനിയും അദാനിയും കോടിക്കണക്കിന് രൂപ കോൺഗ്രസിന് നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണെന്ന കോൺഗ്രസ് നേതാവ് സാം പിട്രോഡയുടെ പരാമർശത്തിൽ വിവാദം തുടരുകയാണ്. 11 സംസ്ഥാനങ്ങളിലായി 93 മണ്ഡലങ്ങളിൽ നടന്ന മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ 64.58% പോളിംഗ് രേഖപ്പെടുത്തി. അസം, ഗോവ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ ഉയർന്ന പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയപ്പോൾ കനത്ത പോരാട്ടം നടക്കുന്ന മഹാരാഷ്ട്രയിലാണ് കുറഞ്ഞ പോളിംഗ് നിരക്ക്. ആദ്യ 3 ഘട്ടങ്ങൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. Our reports are very positive and our objective in these elections is to defeat BJP. അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസ് കോടിക്കണക്കിന് രൂപ സംഭാവന വാങ്ങിയതായി തെലങ്കാനയിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. आपने रातों रात अंबानी अडानी इनको गाली देना बंद कर दिया. जरूर दाल में कुछ काला है. ആദ്യമായാണ് പ്രധാനമന്ത്രി അംബാനിയുടെയും അദാനിയുടെയും പേര് പരാമർശിക്കുന്നത്. ഗുജറാത്തിൽ വോട്ട് ചെയ്യാൻ പ്രധാനമന്ത്രി റോഡ് ഷോയായി എത്തിയത് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ദേശീയ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട നരേന്ദ്രമോദി സമനില തെറ്റിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കടിഞ്ഞാണിടാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇക്കാര്യം പറയുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി നാളെ വൈകുന്നേരം 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. 24 ഡൽഹി.